നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബർത്ത്ഡേ ലാലേട്ടൻ അങ്ങ് തൂക്കിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഇന്ന് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദൃശ്യം 3 റിലീസായിരിക്കുകയാണ്. അതിഗംഭീര സിനിമയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ സിനിമ ഗംഭീരമാണ്. എനിക്കിത് ഗംഭീര സിനിമയായിട്ട് തന്നെ തോന്നി. കാരണം എനിക്ക് ദൃശ്യം സീരീസ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് തേർഡ് പാർട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റിനോടും സെക്കൻഡിനോടും നീതി പുലർത്തുന്ന രീതിയിൽ നല്ലൊരു സ്ഥലത്ത് കൊണ്ട് സിനിമ വൈൻഡ് അപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു അല്പം ലാഗാണ് സിനിമ. ഇങ്ങനെ ലാഗിൽ വന്നിട്ട് ഒരു സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഒരു ടെൻഷൻ നമുക്ക് ബിൽഡ് ചെയ്യും. ആ ടെൻഷൻ ഇങ്ങനെ നമ്മളെ കത്തിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു ക്ലൈമാക്സിനൊക്കെ കുറച്ച് മുന്നേ ആയിട്ട് ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതിക്ക് വെച്ചിട്ട് അതങ്ങോട്ട് കത്തിക്കാൻ തുടങ്ങും. അതിങ്ങനെ അങ്ങ് പീക്കിൽ കൊണ്ടുപോയി കത്തിക്കാൻ തുടങ്ങും. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു എന്താവും എന്നുള്ളൊരു ആകാംക്ഷ ഇതിലും സൃഷ്ടിക്കാൻ ജിത്തു സാറിൻ്റെ സ്ക്രിപ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മളിലേക്ക് എത്തിക്കാൻ ലാലേട്ടനും അതിമനോഹരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ കൊണ്ടുപോയിട്ട് സിനിമയോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ ഒരു ഗംഭീര ക്ലൈമാക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടം നല്ല രീതിയിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പാവം ജോർജ് കുട്ടിയിൽ നിന്ന് മാറിയിട്ട് ലാലേട്ടൻ ഇത്തിരി ഫയർ ആയിട്ടുണ്ട്. അത് ഫാൻസിനൊക്കെ ആഘോഷിക്കാനുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ദൃശ്യം 3 ഒരു ബമ്പർ ഹിറ്റാവും, അത് ഉറപ്പാണ്. ഈ സിനിമയ്ക്ക് ഇന്നൊരു ഫോർത്ത് പാർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോടൊരു ഹിന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇപ്പോൾ ദൃശ്യം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കിടിലം ക്ലൈമാക്സിലാണ് ഈ സിനിമ നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് എത്രത്തോളം സുഖകരമായിരിക്കും എന്നുള്ളതിൽ സംശയമുണ്ട്. ഇപ്പോൾ ഓക്കെയാണ്. ഇതിൽ നമ്മളെന്തായാലും എൻ്റെ മലയാള സിനിമയിലും മലയാളികളും ദൃശ്യം ഇനി ഒരു കാലത്തും മറന്നുപോയില്ല. അവരുടെയൊക്കെ ഉള്ളിലുണ്ടാവും. ഈ സിനിമ എല്ലാ കാലവും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒരു മലയാള സിനിമയിലൊരു തിലകക്കുറിയായിട്ട് തന്നെ ദൃശ്യം തുടരും എന്നുള്ളതാണ്.